വെറുതെ ഒരു മെഡിക്കൽ കോളേജ് ദുരിതപർവം. അതാണ് മാനന്തവാടിയിലെ സർക്കാർ മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള വയനാട്ടുകാരുടെ അനുഭവം. അത്യാഹിത സാഹചര്യത്തിലെത്തുന്ന രോഗികൾക്ക് തീവ്രപരിചരണം നൽകേണ്ട എമർജൻസി മെഡിസിൻ സംവിധാനം ജില്ലയിലെ ഒരു സർക്കാർ ആശുപത്രിയിലുമില്ല. സ്വകാര്യ ആശുപത്രിയിൽ ഇത് വിരളമായുണ്ടെങ്കിലും ചെലവ് സാധാരണക്കാരന് താങ്ങാനാകുന്നതുമല്ല. ദീപക് മോഹൻ പറയും വയനാടുകാരുടെ ആശുപത്രി ജീവിതം എങ്ങനെയാണെന്ന്. ദീപക്, വെൽക്കം ടു വെരി ഗുഡ് ഈവനിംഗ്. വയനാടിനെ കുറിച്ച്, വയനാട്ടിലെ ചികിത്സാ സംവിധാനത്തിന്റെ അപര്യാപ്തതയെക്കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞതാണ്. പരിഹാരം ഉണ്ടാകാത്തത് കൊണ്ട് വീണ്ടും നമ്മൾ ആ വിഷയത്തിലേക്ക് തന്നെ എത്തുമ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ ഒരു ചികിത്സ എങ്ങനെയാണ്? നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്നാൽ, അത് അല്ലെങ്കിൽ ഒരു അത്യാഹിതം ഉണ്ടായാൽ വയനാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം? ദീപക്. താങ്ക് യു സുജയ. നമ്മളിപ്പോൾ ഉള്ളത് മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ്. നേരത്തെ താലൂക്ക് ആശുപത്രി, ജില്ലാ താലൂക്ക് ആശുപത്രി ആയിരുന്ന ഇവിടം പിന്നീട് പേര് മാറ്റിയാണ് മെഡിക്കൽ കോളേജായി ഉയർത്തിയത്. എന്നാൽ ഒരു മെഡിക്കൽ കോളേജിന് വേണ്ട, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് വേണ്ട ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഇല്ലാതെയായിരുന്നു പ്രവർത്തനം തുടങ്ങിയത്. ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രിയും അതോടൊപ്പം ആരോഗ്യമന്ത്രിയും ചേർന്നാണ് ഇവിടെ കൊട്ടിഘോഷിച്ച് മൾട്ടിപർപ്പസ് കെട്ടിടവും കാത്ത് ലാബും ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ആ കെട്ടിടത്തിൽ, അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നത് മെഡിക്കൽ കോളേജിന്റെ പഴയ കെട്ടിടമാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് പുതിയ കെട്ടിടവും ഉള്ളത്. ആ കെട്ടിടത്തിൽ നിലവിൽ 8 നില കെട്ടിടമാണ്. മൾട്ടിപർപ്പസ് കെട്ടിടവും കാത്ത് ലാബും ഉൾപ്പെടെ ആരംഭിക്കാൻ ഒരുങ്ങിയ കെട്ടിടമാണ്. എന്നാൽ നിലവിൽ ആ കെട്ടിടത്തിൽ 3ഉം 4ഉം നിലകൾ മാത്രമാണ് പ്രവർത്തനം സജ്ജമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള നിലകളിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ട ഉപകരണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളോ ഒന്നും തന്നെയില്ല. മാത്രമല്ല, ഈ തുടരെയായി ചികിത്സാ പിഴവും ഇവിടെ സംഭവിക്കുന്നുണ്ട്. 2 വർഷങ്ങൾക്ക് മുൻപ് ഒരു ആരോഗ്യവകുപ്പിലെ ജീവനക്കാരന് ഹെർണിയയുടെ ശസ്ത്രക്രിയ എത്തിയ സമയത്ത് വൃഷ്ണം നഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. ഈ കഴിഞ്ഞ ആഴ്ചയിലും അതുപോലെ തന്നെ ഒരു അംഗൻവാടി ടീച്ചർക്ക് വാഹനത്തിൽ നിന്ന് വീണ് പരിക്കേറ്റിട്ട് അവർക്കും കൃത്യമായ ചികിത്സ നൽകുന്നതിൽ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് പിഴവുണ്ടായിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. മാത്രമല്ല, വയനാട്ടുകാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴുമുള്ള ഒരു അതായത് ഒരു അത്യാഹിതം സംഭവിക്കുമ്പോഴോ അപകടം സംഭവിക്കുമ്പോഴോ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും അടുത്ത ആശുപത്രിയിൽ എത്തിക്കാൻ, മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചാൽ തന്നെ പലപ്പോഴും ഇത് റഫറൽ കോളേജായി മാറാറാണ് പതിവ്. ഇവിടെ നിന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് റഫർ ചെയ്യുന്ന സമയത്ത് മിക്ക സമയത്തും വയനാട് ചുരത്തിൽ വെച്ചാണ് പല ആളുകളുടെയും ജീവൻ പൊലിയുന്നത്. ഈ വയനാട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ചികിത്സാ പിഴവുകൾ നിരവധി തവണ പുറത്തു വന്നതാണ്. എന്താണ് അതിനെപ്പറ്റി, അതിനെന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? തീർച്ചയായും ചികിത്സാ പിഴവുകൾ ഒരു പരമ്പരയായി മാറുന്ന ഒരു കേന്ദ്രമായി ഈ ആരോഗ്യ മേഖലയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാപനം മാറുകയാണ്. തൊട്ടടുത്ത ദിവസം ഞങ്ങൾക്കൊരു പരാതി ലഭിച്ചിട്ടുണ്ട്. അവിടുത്തെ കുടുംബത്തിലെ ഗൃഹനാഥൻ രംഗത്ത് വരുന്നതോടുകൂടി അതും വാർത്തയാവും. വലിയ തോതിലുള്ള ചികിത്സാ പിഴവ് വീണ്ടും സംഭവിച്ചിരിക്കുകയാണ്. ഏറ്റവും ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഇപ്പോൾ ഈവനിംഗ് ഒ പി നിലച്ചിരിക്കുകയാണ്. ഈവനിംഗ് ഒ പി ഇല്ലാതെ ഒരാഴ്ച 15 ദിവസം പിന്നിടുകയാണ്. നമുക്ക് കിട്ടുന്ന അറിവനുസരിച്ചിട്ട് ജൂൺ മാസം 27-ാം തീയതി വരെ ഡോക്ടർമാരുടെ പരീക്ഷ നടക്കുന്നു എന്ന കാരണത്താൽ ജൂൺ മാസം വരെ ഈവനിംഗ് ഒ പി ഉണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മുൻപ് പ്രതിഷേധമുയർത്തിയ സംഘടനകൾക്ക് കൊടുത്ത വാക്ക് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ പാലിച്ചിട്ടില്ല. 100 കണക്കിന് രോഗികളാണ് കാഷ്വാലിറ്റിയിൽ വരുന്നത്. അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല. അവിടെയുള്ള ജോലി എടുക്കുന്നവർക്ക് അമിത ജോലിഭാരമാണ് എന്നത് സമ്മതിക്കാതെ വയ്യ. ഏറ്റവും ദൗർഭാഗ്യകരമായ, വയനാട് ജില്ല ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒ പി പോലും പ്രവർത്തിക്കാതെ ഈ പനി വരാനുള്ള സാഹചര്യമുള്ള മഴക്കാലപൂർവ്വ ഒരുക്കങ്ങൾ നടത്തുമ്പോൾ ദൌർഭാഗ്യകരമാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ദൗർഭാഗ്യകരം തന്നെയാണ് ഇവിടുത്തെ ചികിത്സാ രീതികളും അതുപോലെ തന്നെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും അപര്യാപ്തതയും മൂലം നിരവധി രോഗികൾ ഇതിനു മുൻപ് മരണത്തിലൂടെ ചികിത്സയ്ക്കായി എത്തി കീഴടങ്ങിയിട്ടുണ്ട്. ഈ ആദിവാസി മേഖലകൾ മാത്രമല്ല, കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ നിരവധി രോഗികൾ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നെങ്കിലും ആ സമയത്തൊന്നും അവർക്ക് കൃത്യമായ ചികിത്സ ലഭിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. ഈ അടുത്തിടെ ഇത്തരത്തിലൊരു ചികിത്സാ പിഴവിൽ എന്താണ് ഏറ്റവും അവസാനം സംഭവിച്ചത്? ചികിത്സാ പിഴവ് വയനാട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഒരു നിരന്തരമായിട്ടുള്ള ഒരു പരമ്പരയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് വളരെയധികം പരാതികൾ ഇതിനു മുമ്പ് ഉയർന്നിട്ടുണ്ട്, വളരെയധികം സമരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 വർഷം മുൻപ് കാത്ത് ലാബ് മൾട്ടിപർപ്പസ് കെട്ടിടവും ഉദ്ഘാടനം ചെയ്തല്ലോ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും. അതിന്റെ പ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ്? കാത്ത് ലാബിന്റെ പ്രവർത്തനം ആരംഭിച്ചത് വളരെയധികം പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ്. പ്രക്ഷോഭശേഷമാണെന്ന് മാത്രമല്ല, ഈ മാധ്യമങ്ങളെല്ലാം വളരെയധികം ഹൈലൈറ്റ് ചെയ്തിട്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നു ഈ കാത്തലാബിന്റെ വിഷയം വയനാട് മെഡിക്കൽ കോളേജിലെ. പക്ഷേ ഈ വയനാട് മെഡിക്കൽ കോളേജിലെ കാത്തലാബ് ആ ഉദ്ഘാടനത്തിന് മാത്രമാണ് ഒരു ചികിത്സ നടന്നത്. ഒരു ആൻജിയോഗ്രാം നടന്നത് ഒറ്റ ഒരു തവണ മാത്രമാണ്. അത് ഉദ്ഘാടനത്തിന് വന്നിട്ട് മാത്രമാണ്. അതിനുശേഷം ഇതുവരെ അത്തരത്തിലുള്ള ഒരു ചികിത്സ ഈ കാത്തലാബുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഹൃദ്രോഗങ്ങൾക്കായിട്ടുള്ള ചികിത്സ ചൊവ്വാഴ്ച മാത്രമാണ് വയനാട് മെഡിക്കൽ കോളേജ് നടക്കുന്നത്.
കാരണം ചൊവ്വാഴ്ച മാത്രമേ ഹൃദ്രോഗം വരാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധമല്ല. എല്ലാ ദിവസവും വരുന്ന ഒരു രോഗമാണത്. ഇപ്പൊ നിത്യസംഭവം ആർക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ 50 പേർക്ക് മാത്രമായിട്ട് ചികിത്സ ചൊവ്വാഴ്ച ദിവസം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമല്ല. ഈ 50 പേർക്കാണ് ടോക്കൺ കൊടുക്കുന്നത്. അത് 8 മണി 8:30 ആകുമ്പോൾ ടോക്കൺ തീരും. അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ടോ എന്നറിയില്ല. അത് മാത്രമല്ല ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് ഹൃദ്രോഗത്തിന് ചികിത്സ പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിലെ ചികിത്സയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മൂലം പലപ്പോഴും രോഗികൾ മരണത്തിന് കീഴടങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആനയുടെ ആക്രമണത്തിൽ മരിച്ച പാക്കം സ്വദേശിയായ പോളായിരുന്നു ഇവിടെ ചികിത്സ കറക്റ്റ് അടിയന്തര സമയത്ത് ചികിത്സ ലഭിക്കാതെ മരിച്ചത്. അതിനു മുൻപും ഇത്തരത്തിൽ മരണത്തിന് ആളുകൾ കീഴടങ്ങിയിട്ടുണ്ട്. മുൻപ് പുതുശ്ശേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച തോമസ് ചേട്ടൻ അന്ന് ഇത്തരത്തിൽ ഇവിടെ ഒരു അടിയന്തര ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാത്തതിനെ തുടർന്നാണ് മരണത്തിന് കീഴടങ്ങിയത്. ഏതായാലും വയനാട്ടുകാരുടെ വലിയൊരു ആശ തന്നെയാണ് പൂർണ്ണ സജ്ജമായ ഒരു മെഡിക്കൽ കോളേജ് അത് വയനാടിന് കൂടിയേ തീരൂ. വയനാടിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് താഴേക്ക് ഇറങ്ങി വന്ന് ചികിത്സ തേടുമ്പോൾ ചുരത്തിൽ ആ ചുരം റോഡിൽ ജീവൻ പൊലിയുന്നത് ഇനിയും അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സംവിധാനങ്ങളോടും കൂടിയ ഒരു മെഡിക്കൽ കോളേജ് അത് വയനാടിന് കിട്ടിയേ തീരൂ. അത് സജ്ജമാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. വാഗ്ദാനവും പാതി വഴിയിൽ നടപ്പാക്കലുമല്ല, പൂർണ്ണ തോതിൽ സജ്ജമാക്കിയ ഒരു മെഡിക്കൽ കോളേജ് അതാണ് വയനാടിന് വേണ്ടത്. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ